നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല നമുക്ക് വേറെ റാം വേണമെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് റെഡ്മി 10A എന്ന് പറയുന്ന മോഡലാണ്. ഇത് ഡെഡായിരുന്നു, പക്ഷേ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനിടയിലാണ് ഈ സെറ്റ് ഓണായത്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് റാമിൻ്റെ ഇഷ്യൂസ് ആയിരുന്നു. ഓൾറെഡി ഒരു റാം നമ്മൾ ചേഞ്ച് ചെയ്താൽ ഇതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നുള്ളതേ ഉള്ളായിരുന്നു. പക്ഷേ ആ റാം ഇളക്കിയപ്പോൾ ഓൾറെഡി അതിൻ്റെ പ്രിൻ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ പ്രിൻ്റ് പോയി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റാമിൽ തന്നെ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം നമ്മൾ ക്ലിയർ ആക്കാൻ നോക്കണം. ജമ്പർ അടിച്ചിട്ടോ എങ്ങനെയായാലും ശരി, നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല നമുക്ക് വേറെ റാം വേണമെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നുള്ളതല്ല, എങ്കിൽ നമ്മുടെ സ്കില്ല് അവിടെ തെളിയില്ല. നമ്മൾ ഒരെണ്ണെടുത്ത് മാറ്റി അപ്പോൾ ചേഞ്ച് ചെയ്യുകയാണ്. പക്ഷേ ആ റാമിൽ തന്നെ നമ്മൾ ജമ്പർ അടിച്ച് അത് തന്നെ ഇട്ട് ഇതിനകത്ത് പ്രോപ്പർ വർക്ക് ആവണമെങ്കിൽ അതിലാണ് നമ്മുടെ സ്കില്ലിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തത് റെഡി ആകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് മറ്റുള്ളവർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. അത് അനുഭവിച്ചവർക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം.